മോർണിംഗ്. ഇന്ന് നമ്മൾ മണാലി വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നാണ് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന ഉദ്ദേശം. ഇന്നലെ നമ്മൾ രാവിലെ ഉച്ചയായപ്പോഴത്തേക്കേ എത്തിയിട്ടുള്ളൂ. അതിന് ക്ഷീണമായിരുന്നു, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇന്നാണ് നമ്മുടെ മേജർ സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വണ്ടി വേണം അല്ലേ. നമ്മുടെ കയ്യിൽ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. റൂം ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. ഇതെല്ലാം കൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഞങ്ങളെപ്പോലെ വരുന്ന ഒറ്റയ്ക്ക് ഈ പറയുന്ന മണാലി കാണാൻ വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉള്ള സംശയമായിരിക്കും നമ്മൾ മണാലി വന്ന് ഇറങ്ങിയാൽ പിന്നെ സ്ഥലങ്ങൾ കാണാൻ പോകാൻ എന്ത് ചെയ്യുന്നുള്ളത്. പിന്നെ ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓട്ടോയ്ക്ക് പോയി ഇറങ്ങി പിന്നെ അടുത്ത ഓട്ടോ പിടിച്ച് അടുത്ത സ്ഥലം പോകുന്നതൊന്നും പോസിബിൾ അല്ല. നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇവിടുത്തെ ബൈക്ക് റെൻ്റൽസ്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ തൊട്ട് നോക്കിയാൽ അറിയാം, വലതും ഇടതും വശങ്ങളിലായിട്ട് ഒരുപാട് ബൈക്ക് റെൻ്റൽ സർവീസുകൾ ഇവിടെ മണാലിയിലുണ്ട്. ബൈക്ക് റെൻ്റൽ എന്ന് പറയുമ്പോൾ സ്കൂട്ടീസും ഉണ്ട്, അതേപോലെ തന്നെ ബുള്ളറ്റും ഉണ്ട്. രണ്ടിനും 2 ചാർജൊക്കെയാണ്. ഞങ്ങളിപ്പം ബാഗൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് ബസ് സ്റ്റാൻഡ് മുതൽ സ്കൂട്ടിയുടെയും ബുള്ളറ്റിൻ്റെയും 2 ചാർജ് ചോദിച്ച് വരികയായിരുന്നു. നമ്മൾ ചോദിച്ചു വരുന്ന സമയത്ത് പല ചാർജുകളാണ് കേട്ടോ പല കടകളിലും അവർ ഈടാക്കുന്നത്. നമുക്കിപ്പോൾ ലാസ്റ്റ് ഫീസിബിൾ ആണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഷോപ്പിൻ്റെ പേര് വൈൽഡ് ക്രാഫ്റ്റ് എന്നാണ്. ഇവിടെ ബുള്ളറ്റിന് ഒരു ദിവസത്തെ റെൻ്റ് 800, അതേപോലെ സ്കൂട്ടിക്ക് ഒരു ദിവസത്തെ റെൻ്റ് 600 ആണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് സ്കൂട്ടിയും ബുള്ളറ്റും തന്നെയാണുള്ളത്. ഇൻ കേസ് ഇവരുടെ കയ്യിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇല്ലെങ്കിൽ അവർ വേറെ ഇതേപോലെ സർവീസ് ഏജൻറ്റുകളിൽ നിന്ന് അവരത് നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ പുതിയ വണ്ടികളാണ്. പിന്നെ സ്കൂട്ടിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് പോലും മാറ്റാത്ത പുതിയ സ്കൂട്ടീസാണ് അവർ തരുന്നത്. ആദ്യം 300 കിലോമീറ്ററൊക്കെയാണ്. വണ്ടി എടുക്കുകയാണെങ്കിൽ രാത്രി 9 മണിക്ക് മുമ്പാണ് റിട്ടേൺ ചെയ്യുന്നത്. 9 മണിക്ക് ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യും, അതിന് മുമ്പ് റിട്ടേൺ ചെയ്യണം. അങ്ങനെ 24 hour സർവീസല്ല. രാവിലെ എടുത്തിട്ട് അന്ന് വൈകുന്നേരം 9 മണിക്ക് മുമ്പ് റിട്ടേൺ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് 2 day 3 day ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ പാക്കേജസും ഉണ്ട്. പക്ഷേ ഇതായിരിക്കും റെൻ്റൽ സർവീസിൻ്റെ ചാർജസ്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഹെൽമെറ്റ്, ഓടിക്കുന്ന ആൾക്ക് മാത്രം മതി ഹെൽമെറ്റ്. പക്ഷെ നമ്മളെപ്പോലെയുള്ള ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർ റെൻ്റൽ ബൈക്ക് സർവീസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും 2 ആൾക്കാർക്കും ഹെൽമെറ്റ് വേണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബുള്ളറ്റ്, ആൾക്ക് തന്നേക്കുന്ന ബുള്ളറ്റ്. 800 രൂപയാണ് ചാർജ്. നമ്മൾ രാത്രി 9 മണിക്ക് മുമ്പ് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബൈക്ക് റെൻ്റൽ സർവീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവർ ചോദിക്കും. അതേപോലെ തന്നെ വോട്ടേഴ്സ് ഐ ഡിയോ ആധാർ കാർഡോ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രൂഫ് അവർ ചോദിക്കും. അതേപോലെ 1000 രൂപ ഡിപ്പോസിറ്റ് ഉണ്ട്. നമ്മൾ ബൈക്ക് സർവീസ് കഴിഞ്ഞ് തിരിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ ആ ഡിപ്പോസിറ്റ് തിരിച്ചു തരുന്നതായിരിക്കും. റെൻറ്റ് മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ സൊലാങ് വാലിയിലേക്ക് പോകാൻ പോവാണ്. മണാലിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നേരത്തെ റെൻ്റിനെടുത്ത ബുള്ളറ്റില്ലേ, അതിലാണ് പോകാൻ പോകുന്നത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന റോഡിന് 2 സൈഡിലും ഈ പറയുന്ന സ്നോയിൽ നമുക്ക് നമ്മുടെ സാധാരണ ഡ്രസ്സ് കൊണ്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും അതേപോലെ പാൻസ് ആൻഡ് ഷൂസിൻ്റെ സെറ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുന്ന കടകളാണ്. 200 രൂപ മുതലൊക്കെയാണ് റെൻറ്റ് എൻ്റയർ സെറ്റിന്. ജാക്കറ്റ്, പാൻസ്, അതേപോലെ ഗ്ലൗസ്, ഷൂസ്, ഇത്രയും സാധനങ്ങൾക്ക് 200 രൂപ തൊട്ട് റെൻറ്റിനുള്ള കടകളാണ്. 100 പരം കടകൾ 2 സൈഡിലായിട്ടുണ്ട് കേട്ടോ. Stuck in my head, you know I can't forget it. I try to move on, but you're the one that I dream about. I sit alone in my room, drawing up pictures of blue skies. We've been apart for so long, I'm always replaying all the pictures and memories stacked up in my head. I wish I could let you go, I wish I could just forget you. I can never shake you off. You're stickier than my super glue. I can never shake you off.
'cause right now, baby, it's working. It's working. Never shake you off. You're stickier than the super glue. I can never shake you off. I'm always trying to get rid of you. I'm never shaking you off. I'm never shaking you off. I'm never shaking. I'm never shaking. I'm never shaking. I don't wanna shake you off. I don't wanna shake you off. I don't wanna shake you You're always stuck in my head, you know I can't forget it. I try to move on, but you're the one that I dream about. I sit alone in my room, drawing up pictures of blue skies. We've been apart for so long, I'm always replaying all the pictures and memories stacked up in my head. I wish I could let you go, I wish I could just forget. ഫ്രണ്ട്സ്, ഇതൊരു സ്കൂളാണ് ഇവിടുത്തെ. ആ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ മേലെ മലയിൽ നിന്ന് വരുന്ന വെള്ളം വെള്ളച്ചാട്ടമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അല്ലേ? സ്കൂളിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ തണുത്തുറഞ്ഞ വെള്ളച്ചാട്ടമാണ്. To say you move on, I know I don't belong in this fantasy world I put you and me in. I cover up both my ears, 'cause right now, baby, it's working. It's working. Never shake you off. You're stickier than the super glue. I can never shake you off. I'm always trying to get rid of you. I'm never shaking you off. I'm never shaking you off. I'm never shaking. I'm never shaking.
നമ്മളിപ്പോൾ സോലാങ് വാലിയിൽ എത്തിയിട്ടുണ്ട്. സോലാങ് വാലിൻ്റെ താഴെ വരെ നമ്മുടെ ബൈക്കും ബുള്ളറ്റൊക്കെ കൊണ്ടുവരാൻ സമ്മതിക്കുള്ളൂ. കാരണം ഇങ്ങനത്തെ റോഡ് ഫുള്ള് പാറ പൊടിഞ്ഞു കിടക്കുന്ന വഴികളാണ്. അതിൽ കൂടെ നമ്മുടെ ബൈക്കൊന്നും കാറൊന്നും വരില്ല. അപ്പോൾ താഴെയാണ് പാർക്കിംഗ്. അത് കഴിഞ്ഞ് ഈ മേലേക്കുള്ള വാലിയുടെ അറ്റത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് 4 മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് 5 കിലോമീറ്ററാണ് വൺ സൈഡ് ഉള്ളത്. നമ്മുടെ കാറ് അല്ലെങ്കിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നിടത്ത് ഈ സോലാങ് വാലി വരെ എത്താൻ, അറ്റത്ത് വരെ എത്താൻ 5 കിലോമീറ്റർ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രക്കിംഗ് ഷൂസൊക്കെ വാങ്ങിയിട്ടിട്ട് നടന്നു വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുതിര സവാരി ഉണ്ട്. അത് ഒരാൾക്ക് 500 രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിപ്പ് ലൈൻ ഉണ്ട്. താഴേന്ന് ഈ മേലെ വാലിയുടെ അറ്റത്ത് വരെ എത്താൻ സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈനിന് 650 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക്. ഞങ്ങൾ വന്നത് സ്നോ ബൈക്കാണ്. നമ്മുടെ സാധാ ബൈക്കൊന്നും കയറില്ല എന്ന് പറഞ്ഞു. നല്ല വീതിയുള്ള ടയറൊക്കെ ഉള്ള സ്നോ ബൈക്കിലാണ് വന്നത്. അപ്പോൾ സ്നോ ബൈക്ക് നമുക്ക് ബില്ലിങ് ചെയ്തിട്ടും എടുക്കാം. ഇല്ലാണ്ട് ഒരുപാട് സ്നോ ബൈക്കിൻ്റെ ആൾക്കാർ നമ്മുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് ക്യാഷ് ബാർഗെയിൻ ചെയ്ത് അവർ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ബില്ലിങ് പോയി എടുക്കുവാണെങ്കിൽ കപ്പിളിന് 2 ആൾക്കാർക്ക് 1500 രൂപയാണ്. ഞങ്ങൾ അല്ലാണ്ട് ആൾക്കാർ വന്നപ്പോൾ അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്താണ് വന്നത്. അപ്പം 2 പേർക്ക് 1000 രൂപ. സ്നോ ബൈക്ക് ഇങ്ങോട്ട് വൺ സൈഡ് 5 കിലോമീറ്റർ, നമ്മുടെ തിരിച്ചവർ നമ്മൾ വന്നേരത്ത് കൊണ്ടുവിടുക 5 കിലോമീറ്റർ. അതിന് വേണ്ടി ടോട്ടൽ 10 കിലോമീറ്റർ 2 പേർ ഒരാൾക്കാർക്ക് കപ്പിൾസിന് 1000 രൂപയാണ് സ്നോ ബൈക്കിന് കൊടുക്കുന്നത്. ഇത്രയും മാർഗ്ഗങ്ങളാണ് നമുക്ക് വാലിയുടെ അറ്റത്ത് എത്തിപ്പെടാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് വാലിയിലേക്ക് പോവാം അല്ലേ. സോളൻ മാളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക്
എൻ്റെ ചുറ്റും കാണാം അല്ലേ, ഫുൾ ഐസ് ഇങ്ങനെ ഉറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ ഐസായിട്ട്, വെള്ളച്ചാട്ടമൊക്കെ നിങ്ങൾക്ക് കാണാം, ഐസാണ് വരുന്നത്, വെള്ളം തണുത്ത് ഉറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ചെരുപ്പൊന്നും ഇട്ടിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ട്രക്കിംഗ് ഷൂസും ട്രക്കിംഗ് സ്യൂട്ട്സും കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കും, വാങ്ങിക്കുക. ഞങ്ങളിങ്ങനെ അറ്റം വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ചെരുപ്പിട്ടിട്ട് വരാൻ പറ്റില്ല, നല്ല പോലെ സ്ലിപ്പാവും. അപ്പോൾ ഞങ്ങൾ 2 ട്രക്കിംഗ് ഷൂസ് 2 പെയർ വാങ്ങിച്ചു. 50 രൂപയാണ് ഒരു പെയറിന്. ഒരു 100 രൂപ പറഞ്ഞ് ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് 50 രൂപയ്ക്ക് വാങ്ങിച്ചു. 2 പെയർ കൂടെ 100 രൂപ. അപ്പോൾ അതിട്ടിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ചവിട്ടാനൊക്കെ പറ്റും. നമ്മുടെ സ്ലിപ്പറാണെങ്കിൽ തെന്നി നമ്മൾ എന്തായാലും താഴെ വീണ് പോകും. അപ്പോൾ ട്രക്കിംഗ് ഷൂസ് നിർബന്ധമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തണുപ്പാണെങ്കിൽ വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം. ഐസൊക്കെ കയ്യിലൊക്കെ വാരി എടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നൊരു ഹോളിഡേ ഒന്നും അല്ല, എന്നിട്ട് കൂടി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. തണുപ്പ് ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇതത്ര സേഫ് ആയിരിക്കും തോന്നുന്നില്ല. ചില ആൾക്കാർക്ക് തണുപ്പ് വരുമ്പോൾ ആസ്മ പോലെയൊക്കെ വരില്ലേ, അങ്ങനെയുള്ളവരൊന്നും ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടു. നമ്മളിപ്പോൾ ഐസിൽ കൂടെ ഊർന്ന് വരികയാണ് കേട്ടോ. നല്ല സ്മൂത്താണ്, ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. എൻ്റെ കൈയൊക്കെ നോക്ക്, ഇപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ബെറ്റർ. കൈയൊക്കെ ചുമന്ന് തുടുത്തു. നമുക്ക് ഇവിടുന്ന് ഐസ് സ്കേറ്റിംഗ് ചെയ്യാനുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വണ്ടിയില്ലേ, ഇതൊരു ഐസ് സ്കേറ്റിംഗ് ചെയ്യാനുള്ള വണ്ടിയാണ്. നല്ല രസമായിരിക്കും ഐസ് സ്കേറ്റിംഗ്. ഐസിൽ കൂടെ തുടർന്ന് പോകുന്ന പോലെ നമുക്ക് തോന്നും. റോഡിൽ കൂടെ സ്കേറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ ചെയ്തത് കൂടാതെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ശരിക്കും ഐസ് തണുത്തുറഞ്ഞ് കിടക്കുന്ന ഐസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ നാട്ടിൽ ഇതേപോലൊരു കാഴ്ച എവിടെയും കാണാൻ കിട്ടില്ല.
അപ്പോൾ നമ്മുടെ നാട്ടിലെ ചൂടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഉറപ്പായിട്ടും മനസ്സിൽ തണുക്കുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം 2.5 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സമയം പോയത് ഒട്ടും അറിഞ്ഞിട്ടില്ല. നമ്മൾ വന്ന് ബൈക്ക് തിരിച്ച് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ച് ആ ബൈക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റാണ് നമ്മൾ കൊടുത്തിരുന്നത്. നമുക്ക് തിരിച്ച് വേറെ സ്പോട്ടുകളിലേക്ക് പോവാം. ഇവിടെ നമ്മൾ യാത്ര തുടരുകയാണ്. സോലാങ് വാലിയും തിരിച്ച് നമ്മുടെ വണ്ടി ഇരുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോയാണ് നമ്മുടെ സ്നോ ബൈക്കിന് 1000 രൂപയാണ് കൊടുത്ത് 2 പേർക്ക് വേണ്ടിയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1000 രൂപ. പിന്നെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഗുലാബ എന്നാണ്. അതിപ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ച സ്നോ ബൈക്ക് ഓടിച്ച ആൾ പറഞ്ഞു തന്നെയാണ്. നമ്മൾ അടുത്ത സ്ഥലം ഏതാണെന്ന് പറഞ്ഞപ്പോൾ ഗുലാബ എന്ന് പറഞ്ഞു തന്നു. റോത്താൻ പാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം റോത്താൻ പാസിലേക്കുള്ള വഴി നിറയെ ഐസ് നിറഞ്ഞിട്ട് റോഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങോട്ടുള്ള മാർഗം നിരോധിച്ചേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റോത്താൻ പാസ് കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് വേറെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ഇവിടുത്തെ ദൃശ്യങ്ങളാണ്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു, എങ്ങനെ പോയി എന്നുള്ളതാണ്. ചുരുക്കി കേരളത്തിൽ നിന്നും ഏറ്റവും
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചിലവ് കുറഞ്ഞ് ഒരാൾക്ക് മണാലി വന്ന് എങ്ങനെ സ്ഥലങ്ങൾ കണ്ടു പോകാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആ വീഡിയോ ഉറപ്പായിട്ടും മിസ് ചെയ്യാണ്ട് കാണുക. ഇതിപ്പോൾ നമ്മളിവിടെ എത്തിപ്പെട്ട ശേഷമുള്ള വിഷ്വൽസാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ കാണിക്കുന്നത്. മറ്റേ വീഡിയോ നമ്മൾ നാട്ടിലെത്തിയ ശേഷം ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഏറ്റവും കുറഞ്ഞ നിലവിൽ നിങ്ങൾക്ക് എങ്ങനെ കേരളത്തിൽ നിന്നും മണാലി വരെ വന്ന സ്ഥലങ്ങൾ കണ്ട് പോകാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗുലാബ.